بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وصحبه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا. صدق الله مولانا العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തിന്മകളും മായ്ച്ച് ആരോഗ്യമുള്ള സന്തോഷമുള്ള തഖ്വയുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നവർ, അല്ലാഹു മുഴുവൻ ഖബറാളികൾക്കും അവൻ്റെ കാരുണ്യവും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇസ്ലാമിൽ നടത്തപ്പെട്ടിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങളിൽ പ്രധാനവും പ്രഥമവുമാണ് ബദർ. നമുക്ക് പരിചയമുള്ള വമ്പൻ യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും അതിൻ്റെ പിന്നാമ്പുറത്ത് പതിയിരിക്കുന്ന നീചമായ ലക്ഷ്യങ്ങളുമായി ഇസ്ലാമിക യുദ്ധങ്ങൾക്ക്, വിശിഷ്യ ബദറിന് യാതൊരു ബന്ധവുമില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു വിശ്വാസി സമൂഹത്തോട് ചെയ്ത കൊടും ക്രൂരതകൾക്കൊരു തിരിച്ചടിയായിരുന്നു യഥാർത്ഥത്തിൽ ബദർ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ലോകത്തൊരു ശക്തിക്കും ഊതിയണയ്ക്കാൻ കഴിയില്ല എന്നുള്ള അള്ളാഹുവിന്റെ അലംഘനീയമായ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ബദർ. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മതമാണ്. ലോകത്ത് സമാധാനം എന്തെന്ന് പഠിപ്പിച്ച മതമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ കുഴപ്പങ്ങൾക്ക്, ഭീകരവാദങ്ങൾക്ക്, തീവ്രവാദങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്ന മതമല്ല. എന്നാൽ ഇന്ന് വർത്തമാനകാലത്ത് ഇസ്ലാമിനേക്കാൾ, ഇസ്ലാമോളം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതം ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. നമ്മുടെ ദൃശ്യവും ശ്രാവ്യവുമായ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ ഓറിയന്റലിസ്റ്റിന്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി, പടിഞ്ഞാറിന്റെ പിന്തുണയോടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിഷ്കളങ്കമായ മുഖത്ത് ചെളിവാരിയെറിയുവാനുള്ള നിഗൂഢമായ തന്ത്രങ്ങളാണ് ആഗോളാടിസ്ഥാനത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കാടത്വമാണെന്നും തീവ്രവാദമാണെന്നും ഭീകരവാദമാണെന്നും യുദ്ധത്താൽ വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്നുമൊക്കെ
പ്രചരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ലോക ജനതയ്ക്ക് മുമ്പിൽ വികലമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അത്തരക്കാരോട് പറയുകയാണ്, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം. ഇത്തരക്കാർ വിചാരിക്കുന്നത് അവരുടെ വായ കൊണ്ട് പരിശുദ്ധ ദീനിനെ ഊതി അണയ്ക്കാം എന്നാണ്. എന്നാൽ വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആവട്ടെ അവന്റെ പരിശുദ്ധമായ പ്രകാശം അഥവാ ദീൻ അത് സമ്പൂർണമാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര അരോചകമാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ സമ്പൂർണതയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുമെന്നും അതിന്റെ ഉത്തരവാദിത്വം ഉടയതമ്പുരാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തിരിക്കുന്നുവെന്നുമുള്ള പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കുന്നത്.